നമസ്കാരം. ജന്മഭൂമി യൂട്യൂബ് ഓൺ ചാനലിന്റെ വർത്തമാനം പരിപാടിയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്. കേരള രാഷ്ട്രീയത്തിന് മലയാളികൾക്ക് വളരെ സുപരിചിതനായ, ഒട്ടും ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത വ്യക്തിത്വം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP-യിലൂടെ BJPയിലെത്തി. ഇന്ന് BJPയുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ, അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, അതിന്റെ തന്ത്രപ്പുരകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ശ്രീ സുരേഷ്. അദ്ദേഹത്തോട് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരിക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം, ഭാവി പരിപാടികൾ, ഇതേക്കുറിച്ച് ചില വർത്തമാനം നമുക്ക് നടത്താം. സുരേഷ് ജി, നമസ്കാരം. സന്തോഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ BJP ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ ആദ്യം അഭിനന്ദനം അറിയിക്കുന്നു. അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാളായ സുരേഷ് ജി, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. BJPയുടെ നേതൃത്വം പ്രതീക്ഷിച്ച ഒരു വിജയത്തിന്റെ എത്ര ശതമാനത്തിൽ എത്താൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനേക്കാൾ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് കേരള രാഷ്ട്രീയത്തിൽ അഭികാമ്യം. കാരണം ഞങ്ങൾ ഒരു കേരളത്തിലെ 70 വർഷമായിട്ട് പഴകിയ ഒരു രാഷ്ട്രീയത്തിന് ഒരു മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്, വിവാദത്തിൽ നിന്ന് വികസനത്തിലേക്കുള്ളൊരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ സ്ഥാപിക്കാൻ സാധിച്ചു. അത് വേറൊന്നുമല്ല, വികസിത കേരളം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യമായിട്ടാണ് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്, 6-7 മാസമായി മിഷൻ 2025 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ മിഷൻ 2025 വികസിത കേരളം എന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലായപ്പോൾ അത് വികസിത പഞ്ചായത്ത്, വികസിത മുനിസിപ്പാലിറ്റി, വികസിത വാർഡ്, ഓരോ പാർട്ടി പ്രവർത്തകനും വികസിതം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടെടുക്കുന്ന രീതിയിലേക്കൊരു തരംഗമായിട്ടത് മാറി. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം, വികസിത തിരുവനന്തപുരം എന്ന മുദ്രാവാക്യമാണ് ഇവിടെ ഉയർത്തിയത്. അതേപോലെ ഇപ്പോൾ മഞ്ചേശ്വരത്ത് പോയാൽ വികസിത മഞ്ചേശ്വരമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ പൊളിറ്റിക്കൽ നെറേറ്റീവിൽ BJP സൃഷ്ടിച്ച വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. അതിൽ BJP സമ്പൂർണ്ണമായും വിജയിച്ചു, 100% വിജയിച്ചു. പോയിന്റ് നമ്പർ 1. രണ്ടാമത്, ഇനി സംഖ്യാടിസ്ഥാനത്തിൽ BJP കേരളത്തിലെ ഒരു ഗേറ്റ് വേ, ഭരണത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ തുറന്നു കഴിഞ്ഞു. അത് മറ്റൊരിടത്തൊന്നുമല്ല, തലസ്ഥാനത്ത് നിന്ന്. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയതോടുകൂടി ഞങ്ങൾ കേരളം പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന് അസാധാരണമായിട്ടുള്ള കരുത്ത് കിട്ടിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം തന്നെയുണ്ട്, സംശയമില്ല. ഞങ്ങൾ ഭരണത്തിൽ വരുന്നത് തടയാൻ K. മുരളീധരനോ പിണറായി വിജയനോ സാധിക്കില്ല. അത് ജനം തീരുമാനിച്ചു. BJP ആണ് തിരുവനന്തപുരം ഭരിക്കേണ്ടത്, തലസ്ഥാനം ഭരിക്കേണ്ടത് BJP ആണെന്ന് തീരുമാനിച്ചു. ഇനി അടുത്ത തലസ്ഥാനത്ത് നിന്ന് കേരളം ഭരിക്കേണ്ടത് BJP ആണെന്ന് തീരുമാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. അപ്പോൾ ആ രീതിയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു അച്ചീവ്മെൻറ്റ്. തലസ്ഥാനം BJPയുടെ കയ്യിലായി. അത് രണ്ടാമത്തെ ഇതാണ്. മൂന്നാമത്, കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രവർത്തനം നടന്നു. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഹാർഡ് വർക്ക് 10-70 വർഷമായിട്ട് ചെയ്യുന്ന ത്യാഗികളായിട്ടുള്ള പ്രവർത്തകരാണ് BJPയുടെ മൂലധനം. അപ്പോൾ അവർ എന്ത് ത്യാഗവും ചെയ്യും. ജയിലിൽ പോകാൻ പറഞ്ഞാൽ ജയിലിൽ പോകും. ഇനി ഈവൻ നിങ്ങളുടെ ജീവനാണ് പ്രസ്ഥാനത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അതും തരും. അങ്ങനെയുള്ള പ്രവർത്തകരാണല്ലോ നമ്മളുടെ പ്രവർത്തകർ. അപ്പോൾ ആ പ്രവർത്തകർ 70 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് അധികാര സ്ഥാനങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനെത്താൻ സാധിക്കുന്നില്ല. BJPയേക്കാൾ സംഘടനാ തലത്തിൽ, കേരളത്തിലെ BJPയേക്കാൾ സംഘടനാ തലത്തിൽ വളരെ പുറകിലായിട്ടുള്ള, ഇത്രയും വലിയ ത്യാഗവും സമർപ്പണമൊന്നും നടത്തേണ്ടി വന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളെല്ലാം അധികാരത്തിലെത്തി. ശരിയാണ്. പക്ഷെ നമുക്ക് സംഘടനാ ബലമുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്,
എത്ര ത്യാഗികളായിട്ടുള്ള പ്രവർത്തകരുണ്ട്, എന്നിട്ടും നമുക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ഹാർഡ് വർക്കിനോടൊപ്പം ഒരു സ്മാർട്ട് വർക്കാണ്. ആ സ്മാർട്ട് വർക്കിലേക്ക് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു 50% വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് ഞാൻ അതിനെ 3ആയിട്ടാണ് കാണുന്നത്. ഒന്ന്, അതിൻ്റെ നെറേറ്റീവ് എന്ന നിലയിൽ കേരളത്തിലൊരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ സാധിച്ചു. കേരള രാഷ്ട്രീയത്തിലേക്ക് BJPയുടെ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഗേറ്റ് വേ തിരുവനന്തപുരത്ത് ഓപ്പണായി. മൂന്നാമത്, പാർട്ടിയുടെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും ഒരു ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇടതിനെയും വലതിനെയും തോൽപ്പിക്കേണ്ട സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ധാരണയുണ്ടായിട്ടുണ്ട്. ഇത് 3ഉമാണ് ഈ കഴിഞ്ഞ 7 മാസത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കേരളം പിടിക്കാനുള്ള ഒരു കരുതലാണത്. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, പുതിയ സമിതികളൊക്കെ അധികാരത്തിലേക്ക് വരുന്നു, തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പാർട്ടി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അതിൻ്റെ തുടർച്ച, ഈ പ്രവർത്തനം അതിൻ്റെ തുടർച്ച തന്നെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം പ്രധാനമന്ത്രി വരുന്നെന്ന് പറഞ്ഞാൽ അത് അടുത്ത ഗിയറിലേക്കുള്ള ഒരു ചേഞ്ചാണ്, ഗിയർ ചേഞ്ചാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിന് വേണ്ട ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും വ്യത്യസ്തമായ കാര്യമാണെന്നുള്ള കാര്യവും അറിയാം. അതിനുള്ള തയ്യാറെടുപ്പ് എത്രമാത്രം തുടങ്ങിയിട്ടുണ്ട്? ഈ നടന്ന തയ്യാറെടുപ്പെല്ലാം അതിനും കൂടെ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ കാരണം ഈ തയ്യാറെടുപ്പിന് ഞങ്ങൾ ഇത്രയും ഫോക്കസ് കൊടുക്കാൻ കാരണം ഇത് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. 23,000 പ്രവർത്തകർക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രവർത്തകർ ത്യാഗം ചെയ്യാനും കഷ്ടത അനുഭവിക്കാനും മാത്രമല്ല, അവർ അധികാര സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പിന് പാർട്ടിയുടെ സംസ്ഥാന ഘടകം അസാധാരണമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ കഴിഞ്ഞ 7 മാസമായിട്ട് മിഷൻ 2025 പേരിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം. അപ്പോൾ അതോടുകൂടി ഞങ്ങൾക്ക് കേരളത്തിൽ 21,065 സീറ്റുകളിൽ 90% കേരളത്തിൻ്റെ 90% പ്രദേശങ്ങളിൽ താമര വിതറാൻ സാധിച്ചു. അതാണ് അതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ 20,000 പ്രവർത്തകരുണ്ട്, ലോക്കൽ ലീഡേഴ്സുണ്ട്. ഈ ലോക്കൽ ലീഡേഴ്സ് ഐഡൻറ്റിഫൈഡ് ലോക്കൽ ലീഡേഴ്സ്. അവർ ചിലപ്പോൾ 100 വോട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക, ചിലർ 1000 വോട്ട് പിടിച്ചിട്ടുണ്ടാവുക, ചിലർ 8,000 വോട്ട് പിടിച്ചിട്ടുണ്ടാവാം, ചിലർ 15,000 വോട്ട് പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവർ BJPയുടെ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ലോക്കലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള 20,000 ലീഡേഴ്സ് ഇവോൾവ് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതും ഞങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ്. അപ്പോൾ ഈ പ്രവർത്തനം അസംബ്ലിക്ക് ഗുണം ചെയ്യും, തീർച്ചയായിട്ടും അസംബ്ലിക്ക് സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കറിയാം 40,000 വോട്ട് കിട്ടിയ അസംബ്ലികളുണ്ട്, 20%-ഏറെ വോട്ട് കിട്ടിയ 40-ലേറെ അസംബ്ലികൾ. BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് 20%-ലേറെ വോട്ട് കിട്ടിയ 40-ലേറെ അസംബ്ലികളുണ്ട്. ഞങ്ങൾ 41 പഞ്ചായത്തുകളിൽ BJP 1-ാം സ്ഥാനവും അല്ലെങ്കിൽ 2-ാം സ്ഥാനം 2ഉം 1ഉം 2ഉമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന 46 പഞ്ചായത്തുകളുണ്ട്. 12 മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ 2-ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നഗരങ്ങളിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 30 and above ആണ്. നഗരങ്ങളിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് തിരുവനന്തപുരത്ത് അത് 36 വരെ പോകുന്നുണ്ട്. ബാക്കിയുള്ളിടത്ത് എന്തായാലും 20-25 എന്ന നിലയിൽ ആവറേജ് നഗരങ്ങളിലും BJP വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്രാമങ്ങളിൽ ശരിയാണ്, കുറവാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, 2 കാരണങ്ങളാണ്. ഗ്രാമങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് 2020-നേക്കാൾ പിറകിൽ പോയിട്ടില്ല, പക്ഷേ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 500ഓളം സീറ്റുകളും വർദ്ധിച്ചിട്ടുണ്ട്. 2000-ഓളം സീറ്റാണ് ഇപ്പം. 1996 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 2000-ഓളം സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവുമ്പോഴും പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് പെർസെൻറ്റേജ് 2%-ഒക്കെ വർദ്ധിച്ചിട്ടുള്ളൂ.
അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. സീറ്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ, സീറ്റ് എണ്ണത്തിന്റെ അല്ല, വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ ഗ്രാമത്തിൽ അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ഇടതുപക്ഷത്തിൽ ഇടതിന് സംഭവിച്ച വലിയൊരു അപജയം. ആ അപജയം അതിന് വേണമെങ്കിൽ എന്താ ന്യൂനമർദ്ദം എന്ന് പറയാം. അങ്ങനെ ആ അപജയത്തിൽ നിന്ന് പറഞ്ഞൊരു ഒരു ഭരണവിരുദ്ധ കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് ലോക്കലി ക്യാഷ് ചെയ്യാൻ കുറച്ചുകൂടെ ജനകീയരായിട്ടുള്ള ആൾക്കാർ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള UDF സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നിടത്ത് ഞങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെക്കാൾ ലോക്കലി വർഷങ്ങളായിട്ട് ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ലോക്കലി അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് അത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇത് ഈ പഞ്ചായത്ത് ഇലക്ഷന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു താൽക്കാലിക പ്രതിഭാസവും ഒരു താൽക്കാലിക സുനാമിയാണ്. ഇത് കൊണ്ട് ഉണ്ടാകുന്ന ആത്യന്തികമായ നഷ്ടം അല്പത്തെ സമയത്തിനുള്ളിൽ കേരളത്തിന് ബോധ്യം വരും. കാരണം ജമായത്തെ ഇസ്ലാമിയാണ് ഈ സുനാമിയുടെ ഗുണഫലം അനുഭവിക്കുന്നവർ. UDFന്റെ വിജയം എന്ന് പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയുടെ വിജയമാണ്. അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ മനസ്സിലാവുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇപ്പം വന്നേക്കുന്നത് അതൊരു ശാശ്വതമായിട്ടുള്ള കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് 20,000-ഓളം പ്രാദേശിക നേതാക്കന്മാർ കേരളത്തിൽ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലായിടത്തും ബേസ് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. നഗര കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ വോട്ട് ഗണ്യമായി മുന്നേറി കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ, തൃശ്ശൂരും എറണാകുളം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ BJPക്ക് വലിയ മുന്നേറ്റവും ചെറിയ മുന്നേറ്റം, എന്തായാലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് നഗരങ്ങളിൽ. അപ്പോൾ ഈ രീതിയിൽ BJPക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ഈ എത്താൻ സാധിച്ചതിൻ്റെ മുഴുവൻ ഗുണം ഞങ്ങൾക്ക് അസംബ്ലിയിലുണ്ടാവും. ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിലെ വളർച്ച കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള വളർച്ചയാണ്. ശരിയാണ്, സത്യം, സ്ഥായിയായിട്ടുള്ള വളർച്ചയാണ്. അപ്പോൾ അടിസ്ഥാന വർക്കും കൂടെ ഉണ്ടെങ്കിൽ, അടിസ്ഥാന ലീഡർഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ, തദ്ദേശ ലീഡർഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ ഈ സ്ഥായിയായിട്ടുള്ള വളർച്ച കൂടുതലും ബേസ് ശക്തമാണ്. കുറച്ചുകൂടെ വോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഓരോ അസംബ്ലിക്കും ഓരോ പ്ലാനുണ്ട്. ഞങ്ങൾ ജനറലായിട്ടുള്ള പ്ലാൻ ഒന്നുമില്ല, ഓരോ അസംബ്ലിക്കും ഓരോ പ്ലാൻ ഉണ്ടാവും. അതാത് പ്രദേശത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ അസംബ്ലി ഇലക്ഷൻ മാത്രമല്ല, ഓരോ വോട്ടർക്കും ഓരോ സ്ട്രാറ്റജി, മൈക്രോ ലെവൽ ഇലക്ഷൻ പ്ലാനിങ്ങിലേക്ക് BJP എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ വോട്ടർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും, ഓരോ പഞ്ചായത്തിനും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും, ഓരോ അസംബ്ലിക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. ആ രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അധികാരം പിടിച്ചുകൊണ്ട് BJPയുടെ ലക്ഷ്യം കേരളത്തിൽ അധികാരം പിടിക്കൽ തന്നെയാണ്. യാതൊരു സംശയമില്ല. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഒന്ന്, ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമാണിത്. സ്വർഗീയ KG മാരാർജി പോലെയുള്ള ആൾക്കാർ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്ന വയനാട്ടിൽ പോലും BJPക്ക് ഇത്ര വലിയ റൂട്ട്, ഇതിൽ വലിയ വിപ്ലവകരമായ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കാര്യമില്ല. വയനാട്ടിലെ BJPയുടെ വോട്ട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഗണ്യമായിട്ട് അവിടെ വോട്ടിംഗ് പെർസെന്റേജും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മാരാർജിയും പറഞ്ഞിരുന്നത് കേരളത്തിന്റെ വികസനം, കേരളത്തിന്റെ രക്ഷ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെയും മുദ്രാവാക്യം. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ജനസംഘവും BJPയും ഒക്കെ ന്യൂഡൽഹി പിടിച്ച ശേഷമാണ് ന്യൂഡൽഹിയിലേക്ക് മാറിയത്. ഇതൊരു പോക്കാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തലയിൽ തുടങ്ങി താഴെ തട്ടിൽ വരേക്കുള്ള ആ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വികസനം എന്ന ഒറ്റ അജണ്ടയായിരുന്നു BJP. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് വികസനം. താഴെ തട്ടിലുള്ള പഞ്ചായത്തിലെ വാർഡുകളിൽ പോലും പറഞ്ഞിരുന്നത് വികസനമാണ്. ബാക്കി എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ പെറ്റി ഇഷ്യൂസ് കൊണ്ട് മറ്റു പല ആൾക്കാരും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ അത് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഭാഗമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ഒറ്റ ജീനി കെട്ടി കുതിരയെ പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റിന്റെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, പ്രസ്താവനകൾ ആവർത്തിച്ചത് പറയൽ, അത് പറഞ്ഞു ഉറപ്പിക്കൽ, ഇത് ജനങ്ങൾ സ്വീകരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണുന്നത്. പക്ഷെ അത് ഇത്രമാത്രം ആഴത്തിൽ പോകുന്നുണ്ട്. ആ അജണ്ടയിൽ തന്നെ നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ആണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജിയെ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ മോദിജി വിളിച്ചിരുന്നു. മോദിജി വിളിച്ചിട്ട് മോദിജി പറഞ്ഞത്, രാജീവേട്ടനോട് പറഞ്ഞത്, 1987 ഞങ്ങൾ ഗുജറാത്തിൽ ആരംഭിച്ചത് അഹമ്മദാബാദ് പിടിച്ചിട്ടാണ്.
എന്നിട്ടാണ് ഞങ്ങൾ ഗുജറാത്ത് പിടിക്കുന്നത്. അതുപോലെ നിങ്ങൾ 2025 തിരുവനന്തപുരം പിടിച്ചു. കൺഗ്രാജുലേഷൻസ്. ഇതാണ് രാജീവേട്ടന് കൊടുത്ത അനുമോദനം ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അധികാരത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹം ഇവിടെ നിന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസിത തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു വലിയ കാഴ്ചപ്പാട് വെച്ചു. ആ കാഴ്ചപ്പാട് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും സെക്കുലർ കാഴ്ചപ്പാട്. ശരിയാണ്. ഏറ്റവും എന്താ പറയുക, സർവാശ്ലേഷിയായ കാഴ്ചപ്പാട്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്ന വികസനമാണ്. വികസനത്തിന് മതമില്ല, ജാതിയില്ല, പ്രാദേശികതയില്ല, ഒന്നുമില്ല. അപ്പോൾ കേരളത്തിലെ ഏതൊരു കുട്ടിക്കും, ഏത് ഒരു വാർദ്ധക്യം ബാധിച്ച മനുഷ്യനും, ഏത് മതത്തിൽപ്പെട്ടവനും, ഏത് ജാതിയിൽപ്പെട്ടവനും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അവൻ്റെ നാടിൻ്റെ വികസനമാണ്. അവൻ്റെ ഭാവി ശോഭനമായൊരു ഭാവിയാണ്. അത് വാഗ്ദാനം ചെയ്യുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിലുള്ളൂ, അത് BJP ആണ്. പോയിന്റ് നമ്പർ 1. ഇനി വേറെ ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് ഒരു വികസിത കേരളം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ട് കാര്യമില്ല. കാരണം 65 വർഷം ഇന്ത്യ ഭരിച്ച സമയത്ത് വികസിത കേരളം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഇന്ത്യ ഭരിച്ച സമയത്ത് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സമയത്തും വികസിത കേരളം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം പോലും പറയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വസന്തം കഴിഞ്ഞല്ലോ. കേരളത്തിലോ കേന്ദ്രത്തിലോ അധികാര സ്ഥാനത്തില്ലാത്ത കോൺഗ്രസിന് ഒരു വികസിത കേരളം പറഞ്ഞാലും ഫലിപ്പിക്കാൻ പറ്റില്ല. സത്യമാണ്. ഇന്നേ വരെ 100 വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നേ വരെ ഏതെങ്കിലും ഒരു വാർഡെങ്കിലും വികസിപ്പിച്ചെന്ന് ലോക ചരിത്രത്തിൽ ഒട്ടും കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ല. നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി വികസിത കേരളം സൃഷ്ടിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒന്ന് പറഞ്ഞാൽ അത് നടക്കും. അതിന് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും BJP നേതൃത്വത്തിൻ്റെയും തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യവും വിശ്വാസവും കേരള സമൂഹത്തിന് എത്തിക്കഴിഞ്ഞു. ഞാൻ രാജീവ് ചന്ദ്രശേഖർ ഇത് പറഞ്ഞ സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തെ ആക്രമിച്ചു, അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ ആ സമയത്ത് ഏതൊരു പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖരെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചേക്കാണല്ലോ. ഞാൻ പറഞ്ഞു ശരിയാണ്, അദ്ദേഹം ആക്രമിക്കും. കാരണം അദ്ദേഹത്തിന് ഊരിപ്പിടിച്ച വാളുമായിട്ട് വരുന്നവരെ കേരളയെ കണ്ടിട്ടുള്ളൂ. വിജ്ഞാനത്തിൻ്റെയും ഭരണ മികവിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു ആ തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ കേരളത്തെ കാണാനുള്ള ശേഷി പിണറായി വിജയനില്ല. ഊരിപ്പിടിച്ച വാളുകളുടെയും വലിച്ചെറിയുന്ന ബോംബുകളുടെയും കേരളം അവസാനിക്കുന്നു. ടെക്നോക്രാറ്റും അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിൻ്റെയും വിഷണറിയുമായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന പുതിയ കേരളം ആരംഭിക്കുന്നു. ആ കേരളത്തിനാണ് രാജീവ് ചന്ദ്രശേഖറും BJP നേതൃത്വം കൊടുക്കുന്നത്. അത് ഭാവിയുടെ കേരളമാണ്, യുവാക്കളുടെ കേരളമാണ്, വിദ്യാർത്ഥികളുടെ കേരളമാണ്, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളുടെ കേരളമാണ്. ആ കേരളത്തിൻ്റെ വക്താക്കളാണ് BJP. ആ കേരളം പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന പാർട്ടി ഒന്നേ ഉള്ളൂ, അത് BJP ആണ്. ഇത് കേരളത്തെ പോലെയുള്ള ഒരു പ്രബുദ്ധ ജനതയ്ക്ക് മനസ്സിലാകാൻ ഇനിയും കൂടുതൽ കാലം ആവശ്യമില്ല. അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന് തെളിവാണ് ഇപ്പൊ പറഞ്ഞ LDF UDF എന്നുള്ള ആ ഇതിൽ നിന്ന് മാറിയിട്ട് NDA എന്ന് പറയുന്ന ഒരു പുതിയ എൻറ്റിറ്റി, അതിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വിശ്വാസ്യത, സുതാര്യത, ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഈ ഒരു വലിയ ധർമ്മത്തിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം കേരളത്തിൽ ഇക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മാരാർജിയുടെ കാലം മുതലോ കഴിഞ്ഞ പ്രസിഡന്റ് സുരേന്ദ്രൻ വരെയുള്ള ആൾക്കാരോ നേരിട്ട പ്രശ്നം ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ധാരണയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അത് ബ്രേക്ക് ചെയ്യാനായിട്ട് BJPക്ക് സാധിച്ചു എന്നാണ് വാർഡ് തലം മുതലുള്ള ചില നിരീക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ വരും കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് BJPക്കാവും? അല്ല, BJPയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇടത് വലത് അജണ്ടയാണ്. അതിന് ജമായത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണയുണ്ട്. അപ്പോൾ CPMഉം SDPയും കോൺഗ്രസും ജമായത്ത് ഇസ്ലാമിയും ചേർന്നുള്ള ഒരു സംയുക്ത അജണ്ട BJP മുന്നോട്ട് വരാൻ പാടില്ല എന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
അതിൻ്റെയൊക്കെ ടൂറായിട്ടാണ് കെ മുരളീധരനെ പോലെയുള്ളവർ നിൽക്കുന്നത്. കെ മുരളീധരൻ BJPയെ തോൽപ്പിക്കാനായിട്ട് തൃശ്ശൂർ പോയിട്ട് 3-ാം സ്ഥാനം കരസ്ഥമാക്കി മടങ്ങി. കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വന്ന് BJP കോർപ്പറേഷൻ പിടിച്ചു കളയും, അതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് 3-ാം സ്ഥാനം കൊണ്ട് മടങ്ങി. കെ മുരളീധരൻ കുമ്മനത്തെ തോൽപ്പിക്കാനായിട്ട് നേമത്ത് വന്ന് 3-ാം സ്ഥാനം കൊണ്ട് മടങ്ങി. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ നമ്മളും കൂടെ തോറ്റുപോയി. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചു. ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയും PDP SDPയും CPMും കോൺഗ്രസും കൂടെ ശ്രമിച്ചാലും ദേശീയതയുടെ വികസനത്തിൻ്റെ ശബ്ദം ഉയർന്നു തന്നെ നിൽക്കും എന്ന് ബോധ്യപ്പെടുത്താനും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമുള്ളൊരു പാഠം പഠിക്കാൻ കുമ്മനത്തിൻ്റെ പരാജയം ഞങ്ങൾക്ക് വലിയൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഇപ്പം ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചത്. ഒന്നും പക്ഷേ ഇപ്പോഴും ഇപ്പോൾ കൊടുങ്ങല്ലൂർ BJP 100% വിജയിക്കേണ്ട സ്ഥലമായിരുന്നു. ആ വിജയിക്കേണ്ട സ്ഥലത്ത് കൊടുങ്ങല്ലൂർ ഇലക്ഷൻ്റെ തലേ ദിവസം കൊടുങ്ങല്ലൂരിലെ ഒരു 10-15 വാർഡുകളിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം യാത്ര ചെയ്തു. ആ സമയത്ത് കാണുന്നത് CPM പച്ച വർഗീയ പോസ്റ്ററുകളുമായിട്ട് CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഹിന്ദു തീവ്രവാദികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. ആ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് ചില ഇസ്ലാമിക പേരുകളിലുള്ള CPMൻ്റേതല്ലാത്ത സംഘടനകളുടെ പേരിലാണ് പോസ്റ്റർ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സംയുക്തമായി അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളും CPMും സംയുക്തമായി പ്ലാൻ ചെയ്തിട്ട് BJPയുടെ ഒരു 4 സീറ്റ് പരാജയപ്പെടുത്തി. BJPക്ക് അല്ലാതെ കിട്ടാമായിരുന്ന ചില സീറ്റുകൾ പരാജയപ്പെടുത്താൻ വന്നു. മുമ്പ് K സുരേന്ദ്രനെ തോൽപ്പിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയുടെ രീതി ഇപ്പോൾ പല പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തുറ BJPക്ക് മുമ്പിൽ വരാൻ സാധിച്ചു. പക്ഷെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിശോധിക്കണം. ആ സ്ഥാനാർത്ഥികളിൽ പലരും ശങ്കാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മത്സരിച്ചത് അരിവാളിലല്ല. അരിവാൾ അവൻ അപമാനമാണ്, അവൻ ശങ്കില മത്സരിച്ചത്. അപ്പോൾ ആ ശങ്കിൽ മത്സരിക്കുന്നതിൻ്റെ പിന്നിലും എന്താ BJPയെ തോൽപ്പിക്കാൻ അരിവാൾ വേണമെങ്കിലും കളഞ്ഞേക്കാം, അടിസ്ഥാനം കളഞ്ഞാലും എന്ത് അടിസ്ഥാനവും കളയാം, പക്ഷെ BJPയെ തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് എത്രയും തരംതാണ അവസ്ഥയിൽ സ്വന്തം പാർട്ടിയുടെ ഐഡന്റിറ്റിയും സ്വന്തം ആദർശവും ഒക്കെ കളഞ്ഞ് BJPയെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് കേരളത്തിലെ കോൺഗ്രസും CPMും പോകുമ്പോൾ സത്യത്തിൽ BJPയുടെ പ്രവർത്തകർ ഒരു വലിയ ചലഞ്ചാണ്. ആ ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ മുന്നേറ്റവും 1000 മടങ്ങ് മധുരിക്കുന്ന മുന്നേറ്റങ്ങളാണ്. കാരണം BJP ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്താ? ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നതിനെ നേരിടേണ്ട അവസ്ഥ കേരളത്തിലെ BJP പ്രവർത്തകർക്കേ ഉള്ളൂ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത കമ്മ്യൂണിസത്തെ ചുമക്കുന്ന ആൾക്കാരെ നേരിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകരവാദ വിഘടനവാദ ശക്തികളുടെ കേന്ദ്രങ്ങൾ, സ്ലീപ്പിംഗ് സെല്ലും അല്ലാത്തതുമായിട്ടുള്ള സെല്ലുകൾ ഇന്ന് നിലനിൽക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇതിനെയൊക്കെ പിന്നെ നമ്മുടെ ഒരു കൂട്ടം മാധ്യമം ഇതേ ഈ ഇസ്ലാമിക ഭീകരവാദത്തോടും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കപട മതേതരത്വത്തോടും ലയിച്ച് പോകുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്രയും നേരിട്ടുകൊണ്ട് പാർട്ടിയെ ഓരോ ചുവടും മുന്നോട്ട് നയിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഇത്രയും ശത്രുക്കളെ ഒരേ സമയത്ത് നേരിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ BJPയുടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. അത് BJPയുടെ കേരളത്തിലെ പ്രവർത്തകർ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. പക്ഷെ ഈ പ്രതിഭാസത്തെയും BJPക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് തിരുവനന്തപുരം പിടിച്ചതിലൂടെ, തൃപ്പൂണിത്തുറ പിടിച്ചതിലൂടെ ഒക്കെ, പാലക്കാട് മൂന്നാമതും നിലനിർത്തിയതിലൂടെ ഒക്കെ, കോഴിക്കോട്ടെ മുന്നേറ്റം കാണാതിരിക്കണ്ട, നിലനിർത്തിയതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് പോലെയുള്ള സ്ഥലത്ത് കണ്ണൂർ ഒന്നുണ്ടായിരുന്ന 4 തലശ്ശേരിയിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായി. അതോടൊപ്പം തന്നെ കോഴിക്കോട് നമ്മൾ ഇരട്ടിയിലേറെ മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മുന്നേറ്റങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ കേരളത്തിലെ പ്രവർത്തകർ പ്രാപ്തരായി. ഇനി ഈ വെല്ലുവിളി, ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളും BJPയോട് ചെലവാകില്ല
എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഏത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ഇത്തരത്തിലുള്ള ശക്തികൾ, രാജ്യദ്രോഹ ശക്തികൾ എല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന കരുത്ത് BJPയുടെ പ്രവർത്തകർക്കുണ്ട്, BJP സംവിധാനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വികസനം ആഗ്രഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനതയ്ക്കും കൈനീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തന രീതി BJPക്കുണ്ട്. അതൊരു മുദ്രാവാക്യം BJPക്കുണ്ട്, വികസിത കേരളം. അതുമായിട്ട് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ പഴയതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടുകൂടി BJPക്ക് കിട്ടുന്നു. ഹിന്ദു സാമുദായിക സംഘടന ഔട്ട്റീച്ച് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മാത്രമല്ല, ഹിന്ദു സമൂഹത്തിനിടയിൽ ഔട്ട്റീച്ച് പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് കൂടുതൽ പ്രചരണം കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, നടത്തിയിട്ടുണ്ട്. പട്ടികജാതി സമൂഹത്തിനുള്ളിലേക്ക് ഔട്ട്റീച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. യുവാക്കൾ 18-നും 23-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ പാർട്ടിയുമായിട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സക്സസ് ആയിട്ടുണ്ട്. മഹിളാ മേഖലയിൽ കുടുംബശ്രീ, തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ സ്ത്രീകളെ BJPയുമായിട്ട് ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടിയുള്ള അതിതീവ്രമായിട്ടുള്ള മഹിളാ ഔട്ട്റീച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് BJP പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനത്തിനപ്പുറത്ത് മറ്റു മേഖലകളിലേക്ക് പാർട്ടിയുടെ സ്വാധീനം എത്തിക്കുന്നതിനും അവിടെയൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഭാഗികമായിട്ട് ഈ സമയത്ത് വിജയിച്ചു. അത് പൂർണ്ണമായിട്ട് വിജയിക്കാൻ ഇനി അടുത്ത ഇലക്ഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ വിജയിപ്പിക്കും. അപ്പോഴും ഞാൻ എൻ്റെ നേരത്തെ സുരേഷ് പറഞ്ഞ കാര്യത്തിന് തന്നെ ഞാൻ ഒന്നുകൂടെ എംഫസിസ് ചെയ്ത് ചോദിക്കുന്നതിന് കാര്യം അത് കുറച്ച് വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം കേരളം സാമ്പത്തികമായിട്ട് ഒക്കെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുമ്പോഴും കേരളത്തിൻ്റെ കമ്മ്യൂണലി കേരളം ഒരു സമാധാനപരമായ സംസ്ഥാനമായിരുന്നതിനെ ഇത്രയും മോശമാക്കി മാറ്റിയിട്ട് അതിന് കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ രണ്ട് മുന്നണികളും മാറി മാറി ഇങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ ഇടം, അതിൻ്റെ ആ ഉദ്ദേശ്യം എന്താണ്? എന്താ ശരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്താണ് അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടെന്നുള്ളതായിട്ട് തോന്നിപ്പോകുന്നുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിമകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം അവർ ധരിച്ചു വെച്ചേക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവിനെ എങ്ങനെയും മാനേജ് ചെയ്യാം, ക്രിസ്ത്യാനിയെ എങ്ങനെയും മാനേജ് ചെയ്യാം. പക്ഷേ മറ്റവരെ പ്രീണിപ്പിച്ചേ പറ്റൂ. മറ്റവരുടെ പുറകെ പോയി ആ വോട്ടാണ് നമ്മളുടെ വിജയത്തിന് ആധാരമായിട്ടുള്ള വോട്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് സാധാരണ മുസ്ലിങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ മുസ്ലിം കഴിഞ്ഞ് BJPയോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അത്യാവശ്യം രാജ്യത്തിനോട് പ്രതിബദ്ധ, സ്വന്തം കുടുംബത്തിനോട് സ്നേഹമൊക്കെ ഉള്ള, സ്വന്തം മക്കളൊന്നും തീവ്രവാദികളാകരുത് എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരുപാട് മുസ്ലിം അച്ഛന്മാരെയും അമ്മമാരെയും ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ BJP വന്നെങ്കിലോ ഈ തീവ്രവാദത്തെ നശിപ്പിക്കാം, രാജ്യം നന്നാവും എന്ന് ചിന്തിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരന്മാരെ നമുക്കറിയാം. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ സംരക്ഷിച്ചാൽ മാത്രമേ കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സ്ഥിരമായി അധികാരത്തിലിരിക്കാൻ പറ്റൂ എന്ന വിചാരത്തിൻ്റെ അടിമയായിട്ട് ഇടതും വലതും കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒരർത്ഥത്തിൽ സ്വാഗതാർഹമാണ്. കാരണം അവർ സ്വയം നശിക്കാൻ ഇതിലപ്പുറം വേറൊന്നും ആവശ്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അതല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം വയലാറും പുന്നപ്രയും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയെ ഉയർത്തിപ്പിടിക്കാനായിട്ട് വീരബലിദാനികളായിട്ടുള്ളവരിൽ ആരും തീവ്രവാദികളല്ലല്ലോ. അവരെല്ലാം വെറും സാധാരണ അടിസ്ഥാന ജനവിഭാഗവും പട്ടികജാതിക്കാരനും പിന്നോക്ക ജനവിഭാഗമല്ലേ. അവനല്ലേ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഏറ്റവും അമൂർത്തമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോയത്. അപ്പോൾ അവരുടെയൊക്കെ ആത്മാവിനെ പോലും വഞ്ചിച്ചിട്ടല്ലേ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്നാമ്പുറങ്ങളിൽ അഭയം തേടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ആര് മാപ്പ് കൊടുക്കാനാ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം നശിക്കല്ലേ. ഇന്നൊരു കുടുംബ പാർട്ടിയായിട്ട് മാറിയില്ലേ. പിണറായി വിജയൻ മൈനസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഇല്ലല്ലോ, അത് തീർന്നു. കോൺഗ്രസ് സ്വാഭാവികമായിട്ട്, കോൺഗ്രസിൽ ഇപ്പോൾ എന്താ ഉള്ളത്? കോൺഗ്രസിൻ്റെ മലബാറിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മുസ്ലിം നേതാക്കന്മാർ പോലും നിലനിൽപ്പില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ അടിയാളന്മാരായിട്ടുള്ളവർക്ക് കോൺഗ്രസ് നിലനിൽപ്പുള്ളൂ. ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആവണമെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ
തിട്ടൂരം വേണം, എങ്കിലേ കോൺഗ്രസിന്റെ 12% ആവാൻ പറ്റും. ഈ അധോഗതി ബാധിച്ചിരിക്കുന്നു കോൺഗ്രസിന്. കേരള കോൺഗ്രസുകൾ പോയതോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നശിച്ച് നാമാവിശേഷമായിരിക്കുക. അപ്പോൾ ഈ കോൺഗ്രസിനോ CPM-നോ സ്വയം ആത്മവിശ്വാസമില്ല, അവരുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ആത്മവിശ്വാസമില്ല, ജനത്തെ പറ്റിക്കാൻ ഇനി സാധിക്കുമെന്നുള്ള ബോധ്യമില്ലാതെ വരുമ്പോൾ അവർക്ക് ഈ തീവ്രവാദികളുടെ വോട്ട് ആവശ്യമായിട്ട് വരുന്നു. അതിനെ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇന്ന് BJPക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും വിഷയമാണ്. ഈ തീവ്രവാദികൾ ഇപ്പോൾ 13,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഹമാസിന് വേണ്ടി ഇൻകുലാബ് വിളിക്കാൻ ഒരു നാണവും മാനവുമില്ലാത്ത മതേതര കേരളീയൻ, അതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ഇസ്രയേലിൽ മരണപ്പെട്ടു പോയ ഒരു ക്രിസ്ത്യൻ നേഴ്സ് മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാണുന്നില്ല. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിമിന് അനുകൂലമായിട്ടല്ല, മുസ്ലിമിന് അനുകൂലമായതുകൊണ്ടല്ല, അതിൻ്റെ പേരിൽ കുറേ വോട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മാനവികതയല്ല, മനുഷ്യത്വമല്ല, മതേതരത്വമല്ല, താത്കാലികമായിട്ടുള്ള വോട്ടിന് വേണ്ടി എന്ത് കാപട്യവും കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത സാധനങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറുന്നു. ഇത് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളല്ലാത്ത സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴി ജനങ്ങൾ അതേപടി അപ്പോഴപ്പോഴായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗുണഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, BJPക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മാറും. രാജീവ് ചന്ദ്രശേഖരൻ്റെ വളരെ കേരളം ഏറ്റുപിടിച്ചൊരു മുദ്രാവാക്യമുണ്ട്, മാറാത്തത് ഇനി മാറും. മാറാത്തത് ഇനി മാറട്ടെ, വലിയ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കട്ടെ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനിയും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, കമലേഷ്, സന്തോഷം.